എല്ലാ ഭാരതീയർക്കും, ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന കാരണം ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു അപകടമാണ്. പലപ്പോഴും അപകടങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മളുടേതല്ലാതെ, നമ്മളുടെ ആരും അല്ലാത്തത് വായിച്ച് നമ്മളിങ്ങനെ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിനെയോ ഒന്നും നമ്മളത് ഉൾക്കൊള്ളുന്നില്ല. നമ്മളത് വായിക്കുന്നു, കേട്ടുപോകുന്നു. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ സീറ്റ എന്നൊക്കെ പറയുന്ന 1995 ശേഷം വരുന്നവർക്കൊന്നും ഇതുപോലത്തെ വാർത്തകൾ അവർ വായിക്കുന്നുണ്ടോ, ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എന്റെ കുഞ്ഞുമക്കളെ, ഞാനൊരു രക്ഷകർത്താവാണ്, എന്റെ മകൻ ഈ പ്രായമാണ്. എന്നെ കാണുന്ന കേൾക്കുന്ന ഈ കുട്ടികളുണ്ടെങ്കിൽ ദയവേത് ബൈക്ക് അഭ്യാസം വേണ്ട. 2 ചക്രത്തിന്റെ പുറത്ത് പോകുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല വീഡിയോ ഗെയിം അല്ലത്. ഇതിനകത്ത് അപകടം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ജീവച്ഛവമായിട്ട് കിടക്കേണ്ടി വരും. ഇന്നലെ രാത്രി നെടുവത്തൂർ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി 2 പേര് സ്പോട്ടിൽ മരിക്കുകയും ഒരു കുട്ടി മൃതപ്രായനായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ചെയ്തു. ആ കുട്ടി എന്റെ പേഷ്യന്റാണ്. ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന രോഗിയായിട്ട് എന്റെ അമ്മയുടെ നിലവിളി കേട്ട് ഞാൻ രാത്രി 11:30 ആയപ്പോൾ, ഞാൻ 12:15 ഞാൻ അപകടം നടന്ന സ്പോട്ടിൽ പോയിട്ട് അവിടെ ചെന്ന് ഞാൻ കാണുന്ന കാഴ്ച എനിക്ക് ദാരുണമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഞാൻ വളർത്തിയെടുത്ത, അല്ലെങ്കിൽ ഒരു മൂക്കൊലിക്കുമ്പോൾ പോലും എന്റെ അടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ സത്യം പറഞ്ഞ കണ്ണ് നിറഞ്ഞു പോവാണ്. അവന് ശ്വസിക്കുന്നില്ലായിരുന്നു. അവന്റെ ഓക്സിജന്റെ അളവ് രക്തത്തിൽ 50% താഴെയായിരുന്നു. മുഖത്തിന്റെ വികൃതമായ ഷേപ്പ് നോക്കുമ്പോൾ ബ്ലാഡറിൽ കൂടെ ബ്ലഡ് വരുന്നുണ്ട്. വയറിനകത്ത് പൈൽവിക് ഇഞ്ചുറി ഉണ്ട്. ഫേഷ്യൽ ബോൺസ്, മുഖത്തിന്റെ ബോൺസ് കംപ്ലീറ്റ് ഇടിച്ച് കലങ്ങി ഒരു പരുവായിട്ടിരിക്കുന്നു. BP ഇല്ല, ശ്വസനം കുറവ്. GCS 3 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഗ്ലാസ്കോ കോമ സ്കെയിൽ, നമ്മുടെ അസസ് ചെയ്യുന്ന സ്കെയിൽ 3 ആയിരുന്നു. ഈ സ്റ്റേജിൽ വന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ അവിടെ എത്തി. ഞാൻ പറഞ്ഞ ദൂരത്ത് കൊണ്ടുവരുന്ന കുഞ്ഞൊരു പക്ഷെ രക്ഷപ്പെടില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാര്യം ഈ ഒരു സ്റ്റേജിൽ കുഞ്ഞ് ഒരു അരമണിക്കൂറിൽ കൂടുതലൊന്നും ജീവിച്ചിരിക്കത്തില്ലായിരുന്നിരിക്കണം. അവിടെ വന്നു നോക്കിയപ്പോൾ നമ്മുടെ റിബ് കേജ് ഇടിച്ച് അകത്ത് കയറി. ശ്വാസകോശത്തിന് ഇഞ്ചുറി ഉണ്ട്. നമ്മളവിടെ ചെന്ന് ട്യൂബ് ഇട്ടു. കുഞ്ഞിന് ശ്വാസം ശരിയായി. CT എടുത്ത് നോക്കിയപ്പോൾ തലച്ചോറുള്ള കുഞ്ഞൊക്കെ ബ്ലീഡ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് CT നമ്മൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു. ആ കുഞ്ഞിനെ സ്റ്റേബിളാക്കി. ആ കുഞ്ഞ് അവസാനം നമുക്ക് ഇത്രയധികം ഇഞ്ചുറീസ് ഉള്ളതുകൊണ്ട് അവർ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു പോയി. പക്ഷേ ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ പറ്റി. അപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളുടെ ഉപകരിക്കപ്പെടും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത്രയധികം സജ്ജീകരണങ്ങൾ നമ്മുടെ ഇവിടെ എല്ലാം ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാനുള്ള, ദയവേത് ഈ മോട്ടോർ സൈക്കിൾ അഭ്യാസം വേണ്ട. ഈ രക്ഷകർത്താക്കളെ നിയന്ത്രിക്കണം. എത്ര പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികളാണുള്ളത്. ഒരു കൂട്ടം ആൾക്കാർ ഒരു സൈഡിൽ വന്നവർ കള്ളു കുടിച്ചോ മദ്യപിച്ചോ പോയാലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടതാണ്. ദയവേത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. ബൈക്ക് അഭ്യാസം വേണ്ട, ജീവിതം വെച്ച് കളിക്കരുത്. ആറ്റുനൂറ്റുണ്ടായ കുട്ടികളാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ. ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.